ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നല്ലേ? മഴയൊക്കെയാണ്, എല്ലായിടവും മഴ തന്നെയാണ്. എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്, കമൻറ്റിൽ വായിക്കുന്നുണ്ട്. ലൈവിൽ വരുമ്പോൾ ഞാൻ കേൾക്കാറുമുണ്ട് വിശേഷങ്ങളൊക്കെ പറയുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒന്ന് പുറത്തേക്ക് വന്നതാണ് കേട്ടോ. മോള് പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ കഴിക്കാൻ ഇഡ്ഡലിയും സാമ്പാറുമാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. അതൊക്കെ കഴിച്ചിട്ട് മോൾ ഇറങ്ങിയാണ്. അപ്പോൾ അനിക്കുട്ടിയും കണ്ണനും കൂടെ രാവിലെ തന്നെ അമ്പലത്തിലേക്കും പോവുകയാണേ. അവർ അമ്പലത്തിൽ നേരത്തെ പോയിട്ട് വരണം. മാത്രമല്ല മോനിന്ന് നേരത്തെ മീറ്റിങ്ങിൽ കയറേണ്ടതുകൊണ്ട് രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവർ വന്നിട്ട് ഇനി ഫുഡ് കഴിക്കുകയുള്ളൂ. അപ്പോൾ ഞാനും ബാക്കിയുള്ള ജോലികളൊക്കെ കൂടെ ഒന്ന് തീർത്ത് വയ്ക്കാനൊക്കെ പോവുകയാണ്. അങ്ങനെ അവർ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് കുറച്ച് മാവും കൂടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഒഴിച്ചിട്ട് ഇഡലിയൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വന്നു കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. പിന്നെ ഇന്നിപ്പോൾ നമുക്ക് ചോറിന് അരി കുറച്ചിട്ടാൽ മതി. ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നേ. അപ്പോൾ ഞാനത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ട് കുറച്ച് അരിയും കൂടെ ഇട്ടിട്ട് അരി വേകാനാകുന്ന സമയത്ത് ഈ ചോറും കൂടെ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ച് അടക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇന്നലത്തെ ചെമ്മിക്കറി വെച്ചതിൻ്റെ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടേ. അപ്പോൾ ഞാനോർത്ത് തലേദിവസത്തെ കറി ചൂടാക്കിയൊക്കെ നമുക്കിപ്പോൾ ചട്ടിച്ചോറിനൊക്കെ എടുക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. ചോറൊക്കെ ഇട്ട് കഴിക്കാൻ ഈ ചട്ടിയിലേ നമ്മളങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ കറി മോന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ തലേദിവസത്തെ കറിയല്ലേ, മോന് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ ഉള്ള കറി ഒന്ന് ചൂടാക്കിയൊക്കെ വെക്കുകയാണേ. പിന്നെ ഇന്നിപ്പോൾ നമുക്ക് രാവിലെ ഇഡ്ഡലിക്ക് സാമ്പാർ ഉണ്ടാക്കിയത് കൊണ്ട് സാമ്പാറുണ്ട്. പിന്നെ പപ്പടം മേടിച്ചത് ഇരിപ്പുണ്ടേ. അപ്പോൾ അതും കൂടെ ഒന്ന് മെഴുക്ക് പറ്റണം. പിന്നെ ഒരു ക്യാബേജ് ഇരിക്കുന്നത് പകുതി എടുത്തിട്ട് ക്യാരറ്റും സവോളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ടിട്ട് നമുക്ക് ഒന്ന് തോരനാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനത് പകുതി മുറിച്ചെടുക്കാൻ പോയണേ. ഒരെണ്ണം എടുക്കേണ്ട ആവശ്യമില്ല. ക്യാബേജ് തോരനൊന്നും കൂടുതലായിട്ട് ഇവിടെ ഓടാറില്ല. അതുകൊണ്ട് ഞാൻ പകുതി എടുക്കുന്നുള്ളൂ. പകുതി നമുക്ക് വേറൊരു ദിവസം എടുക്കാമല്ലോ. അങ്ങനെ ഞാൻ അത് പകുതി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പകുതി എടുത്തിട്ട് അരിഞ്ഞെടുക്കാൻ പോയണേ. അങ്ങനെ ഞാനത് മുറിച്ച് വെച്ചപ്പം അനിക്കുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനത് അരിഞ്ഞെടുക്കാമെന്ന് പറഞ്ഞിട്ട് ക്യാരറ്റും സവോളയും പച്ചമുളകും ഇതെല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് തേങ്ങ ഇട്ടിട്ട് തിരുമ്മി ഉപ്പുമൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിരുമ്മി കൂട്ടി വെച്ചിട്ടാണെങ്കിലും തോരനാക്കി എടുക്കാം. അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ച് എടുത്തിട്ട് അതിൻ്റെ കൂടെയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അനിക്കുട്ടി ഇവിടെ അത് അരിഞ്ഞൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇതിനിടക്ക് എനിക്ക് കുറച്ച് പണികൾ വേറെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ലൈക്ക് തരണ കാര്യം മറന്നേക്കരുതും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാക്കിയേക്കണം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴാണോ വീഡിയോസൊക്കെ ഇടുന്നത്, ഞാൻ അന്നന്ന് ഇടാറുണ്ട് കേട്ടോ, ഡെയിലി വ്ളോഗാണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ കയറി കാണുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. ക്യാബേജ് തോരൻ വെച്ച്, പപ്പടം മെഴുക്ക് പുരട്ടി, പിന്നെ സാമ്പാറുണ്ട്. പിന്നെ ഇന്നലത്തെ ഞാൻ പറഞ്ഞില്ലേ ചെമ്മിക്കറിയുടേത് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉച്ചയ്ക്ക് ശേഷമെന്ന് വെച്ചാൽ ഇന്ന് മഴയൊക്കെ തന്നെയായിരുന്നു. കാരണം പുറത്തെ പണികളൊന്നും നടന്നിട്ടില്ല അധികമൊന്നും. ഇനിയിപ്പം മഴ മാറിയിട്ട് വേണം പുറത്തൊന്ന് ചെന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ടേ. കരികിലൊന്നും അടിക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ മോള് വരണ സമയമായപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കുറച്ച് മൈദ മാവിരുന്ന് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ശർക്കരയും തേങ്ങയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇലയിലാണ് ഞാൻ ഈ അട വറുക്കാൻ പോണത്. അട പുഴുങ്ങാൻ പോയി ഇല വറുക്കാൻ പോയാണ്. അപ്പോൾ തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ ഒന്ന് ചീകിയിട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്തെടുക്കും. എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. അപ്പം നമ്മൾ അത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇലയിൽ ഈ കുഴച്ച് വെച്ച മാവില്ലേ അതൊന്ന് പരത്തി കൊടുക്കും. പരത്തിയിട്ട് ഈ മിക്സിൻ്റെ കൂട്ടും കൂടെ അതിലേക്ക് വെച്ചിട്ട് മടക്കി വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കും. നല്ല ടേസ്റ്റാണ്. ഈ അട ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഞാനത് കാരണം നമ്മൾ ഈ കടകളിൽ നിന്ന് എണ്ണപ്പലഹാരങ്ങൾ അങ്ങനെ ഒന്നും അധികം വാങ്ങാറില്ല. എണ്ണയുടെ ഉപയോഗം വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ നാടൻ ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. നമ്മുടെ നാടൻ പലഹാരങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ, അട വറുക്കുന്നത്, അട പുഴുങ്ങുന്നതൊക്കെ. അപ്പോൾ കട്ടൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് കാപ്പിയൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ഉണ്ട് കേട്ടോ മുറിയിൽ, അടുക്കളയിൽ. അപ്പോൾ മോളാണ് ഇപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നത്.
അനുക്കുട്ടിയോടാണ് ഞാൻ ഈ സംസാരമൊക്കെ. അവർ എന്തോ വീഡിയോയെക്കുറിച്ചോ എന്തോ കാര്യം സംസാരിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയി എന്താണെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഇല എടുത്തുകൊണ്ട് വന്ന് ഒന്ന് മുറിച്ചൊക്കെ എടുക്കുകയാണേ. എന്നിട്ട് ഈ ഇലയിലാണ് ഞാനിത് പരത്തി ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വിശന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇല എടുത്തിട്ട് അട വറുക്കാനായിട്ട് നിൽക്കുന്നത്. എപ്പോഴും മിക്ക ദിവസങ്ങളിൽ നൂഡിൽസൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നൂഡിൽസ് അല്ലെങ്കിൽ മുളക് ബജി, കോളിഫ്ലവർ. ഇവർ കോളിഫ്ലവറും മുളക് ബജിയൊന്നും പെൺപിള്ളേർ ഇവർ രണ്ടുപേരും കഴിക്കത്തില്ല. മോനാണത് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇവർക്ക് മുട്ട ബജിയാണ് മിക്കപ്പോഴും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. മുളക് ബജി ഉണ്ടാക്കുമ്പോൾ ഇവർക്ക് ഞാൻ മുട്ട ബജി ഉണ്ടാക്കും. അപ്പോൾ ദേ ഇല ഞാൻ അതെല്ലാം ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന പാത്രമല്ല കേട്ടോ ഇത് ഇതിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇലയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്നാൽ ശർക്കര ഇല ഉരുകി പിടിച്ചത് കറുത്ത പാടായിട്ട് മാറും. അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കാത്ത ഒരു പാത്രം ഉണ്ടെങ്കിൽ, അതായത് ഇതിനായിട്ട് മാറ്റി വെച്ചേക്കണം. ഇതൊരു ഉരുളിയുടെ അടപ്പാണ് കേട്ടോ. അപ്പോൾ അട വറുക്കാനായിട്ട് മാത്രം ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ട ഒരു വശം റെഡിയായി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ച് വെച്ച് കൊടുക്കണം. അങ്ങനെ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് തണുക്കാനുള്ള സാവകാശം കൊടുക്കാനൊന്നും പറ്റത്തില്ല. അവർക്ക് ഉടനെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഊതിയാണ് കേട്ടോ എടുത്തത്. അങ്ങനെ ദേ അനുക്കുട്ടിക്ക് ഞാനൊരു പാത്രത്തിലേക്ക്, അത് മോന് കൊടുക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ചൂട് പോകാൻ മാറ്റി വെച്ചാണ്. പിന്നെ പാത്രത്തിലേക്കുള്ളത് തന്നെ ഞാൻ സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. മൈദയുടെ ഇലയുടെ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിപ്പം അരിപ്പൊടി കൊണ്ടോ ഗോതമ്പ് പൊടി കൊണ്ടോ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റാണ് ഇത് മൈദ വെച്ചുണ്ടാക്കുന്നത്. അപ്പോൾ വായിലേക്ക് വെച്ചിട്ട് പല്ല് വരെ വാടി പോകുമായിരുന്നു, അത്രയ്ക്ക് ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചൂട് പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള ക്ഷമയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളത് കഴിച്ച്. അപ്പം ഞാൻ നമ്മുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ആളിവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ മോൾ ഇവിടെ നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾക്കുള്ളത് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കണേ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ മൈദപ്പൊടി വെച്ചിട്ട് ഇതുപോലെ അട വറുത്തൊന്ന് കഴിച്ച് നോക്കുക കേട്ടോ. കഴിച്ചിട്ടില്ലാത്ത ആളുകളൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, വെറുതെ പറയുന്നതല്ല. ഞാനിവിടെ മിക്കപ്പോഴും ഉണ്ടാക്കുന്നതാണ്. അതും നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് നല്ല കേട്ടോ. തണുത്ത കൊള്ളത്തില്ല. തണുക്കണേക്കാളും നല്ല ചൂടോടെ കഴിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ഒരു സമയം. അതായത് നമ്മുടെ പുറത്ത് ഇതെല്ലാം ഉണങ്ങിയൊക്കെ കിടക്കുകയാണ്. നമ്മുടെ ഇൻ്റർലോക്ക് ഇട്ടതൊക്കെ അവിടെയൊക്കെ നല്ല ഉണങ്ങി. ചെറിയ വെയിലേ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും അധികം തണുപ്പൊന്നുമില്ല. ഇപ്പം നന്നായിട്ട് ഒരുവിധമൊക്കെ ഉണങ്ങി കിടക്കുകയാണ്. അപ്പം ഞാൻ ആ ഇലയെല്ലാം ഒന്ന് അടിച്ച് വാരാമെന്ന് വെച്ചിട്ടാണ്. തണുത്ത് കിടക്കുകയാണെങ്കിൽ ചൂല് വെച്ച് അടിച്ചൊന്നും ഇത് പോവുകയില്ല. അപ്പം അതും കൂടെ ഒന്ന് അടിച്ച് വാരണം. ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരം ആവുന്ന സമയമൊക്കെ ആയി വരുന്നു. അപ്പോൾ പുറത്തും ഗേറ്റിന് വെളിയിലും ഒക്കെ അടിച്ചു വരാനൊക്കെ ഉണ്ട്. അധികം ഇല്ല, എന്നാലും ഇവിടെ അടിക്കുമ്പോൾ പുറത്തും കൂടെ ഒന്ന് അടിച്ചു വരാമെന്നൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയി അവിടെ അടിച്ച് മൊത്തത്തിലൊന്ന് തൂത്തുവാരി എടുക്കുകയാണ്. വെയിലുള്ള സമയത്തല്ലേ ഇതൊക്കെ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പുറത്തെ പണികളൊന്നും നടക്കത്തില്ല. പിന്നെ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വൈകിട്ട് നമുക്ക് കഴിക്കാനായിട്ടൊരു മുട്ടച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിനായിട്ട് 4 മുട്ട ഞാൻ പാനിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാൻ പോയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇതിപ്പം ബ്ലോഗിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. റെസിപ്പി മാത്രമായിട്ടാണ് ഞാൻ ആദ്യമേയൊക്കെ വീഡിയോ ഇട്ടിരുന്നത്. ആ കൂട്ടത്തിൽ ഞാനിങ്ങനെ മുട്ടച്ചോറ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറുത്ത് മാറ്റിയിട്ടാണ് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റി സവോളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം വഴന്ന് വന്നിട്ട് അതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം ഒന്ന് ചേർത്ത് പിന്നെ അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണേ. എല്ലാം കൂടെ ഒന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തൊന്ന് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ നമുക്കിതാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, നല്ല ടേസ്റ്റ് വേണം കഴിക്കാനായിട്ടേ. വൈകുന്നേരങ്ങളിൽ കഴിക്കാനൊക്കെ ഇതൊരു വെറൈറ്റി ആയിരിക്കും. സാധാരണ നമ്മൾ കഞ്ഞിയും അതല്ലെങ്കിൽ ചോറ്, ചപ്പാത്തി ഇതൊക്കെയല്ലേ. അപ്പോൾ രാത്രിയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ ആകാം. അപ്പോൾ കുട്ടികൾക്കുമൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ടിഫിനായിട്ട് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനും ഒക്കെ നല്ലൊരു ഫുഡാണിത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.